ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ നിറയുവാൻ ആരംഭിക്കും. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ജീവിതം പതറിപ്പോകില്ല. ഏതൊരു സാഹചര്യത്തെയും നേരിടുവാൻ അവർ പ്രാപ്തരാകും. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് അത്യുത്തമമായ അവസ്ഥയാണ്. എന്നാൽ ആ അവസ്ഥയ്ക്ക് വേണ്ടി പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെയും ഞരങ്ങിക്കൊണ്ടാണ് ഓരോ ദൈവപൈതലും ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിന് കീഴായിരിക്കുന്നത്. തൻ്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന കാന്തയാം സഭയെ ചേർക്കുവാനാകുന്നു ക്രിസ്തു വരുന്നത്. അരകെട്ടിയും വിളക്ക് കത്തിച്ചും കൊണ്ട് ഒരുങ്ങിയിരിക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. ഉത്തമഗീതം 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ. ഉത്തമഗീത പുസ്തക പഠനം ഇന്നത്തെ പഠനത്തോടുകൂടെ നാം അവസാനിപ്പിക്കുകയാണ്. ഓരോ ദൈവപൈതലിനും അത്യന്താപേക്ഷിതമായ ഒത്തിരി കാര്യങ്ങളാണ് നാം കണ്ടത്. ഒരു ദൈവപൈതലും തൻ്റെ കാന്തനായ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ വളരെ ഭംഗിയായി വരച്ച് കാണിക്കുന്ന ഈ പുസ്തകം ഓരോ ദൈവപൈതലിനും എല്ലായ്പ്പോഴും അനുഗ്രഹമാണ്. ഇന്ന് നാം 6-ാം അധ്യായം 11-ാം വാക്യം മുതലാണ് പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കട്ടെ. ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിനും അക്രോത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിൽ എത്തി. ഞാൻ അക്രോത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഉത്തമഗീതത്തിൽ നാം കാണുന്ന 3-ാമത്തെ തോട്ടമാണിത്. 1-ാമത്തെ തോട്ടം മുഴുവൻ പൂക്കൾ നിറഞ്ഞതും ഇളം മുന്തിരിക്കുലകളോട് കൂടിയതുമായിരുന്നു. യാതൊന്നും പാകമായിരുന്നില്ല ആ തോട്ടത്തിൽ. 2-ാമത്തെ തോട്ടം പാകമായ പഴങ്ങൾ നിറഞ്ഞതായിട്ടുള്ള തോട്ടമായിരുന്നു. അവിടെ അപൂർണമായത് ഒന്നുമില്ലായിരുന്നു. 3-ാമത്തെ തോട്ടം പൂക്കുവാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. എന്നാൽ താഴ്വരയിലെ ആദ്യത്തെ മുന്തിരിക്കുലകൾ അത് കാണുവാനായി മണവാട്ടി തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഇവിടുത്തെ ചിത്രം. ഇതിനെ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി യെരുശലേമിൽ അവൻ്റെ ശിഷ്യന്മാർ കാത്തിരുന്നതിനോട് താരതമ്യപ്പെടുത്താറുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കാന്ത ഒരു പുതുമ കാണുന്നതിന് വേണ്ടി തോട്ടത്തിൽ പോയി. പഴയ നിയമം മുഴുവനും അവർക്ക് ഒരു പുതിയ നിക്ഷേപമായിരുന്നു. കാരണം യേശു അവർക്ക് തിരുവചനത്തിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. അവർ കൂടിയിരുന്നു. പഴയകാലത്തെ നിക്ഷേപങ്ങൾ തുറന്നപ്പോൾ ആത്മാവ് അപ്രതീക്ഷിതമായ രീതിയിൽ അവരുടെ മേൽ ശക്തിയോടെ വന്നു. അത് അവർക്ക് വിവരിച്ചു കൂടാത്ത വിധമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിലെത്തി എന്ന് നാം വായിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവചനം ഒരു തോട്ടമാണ്. തുറക്കപ്പെടാത്ത ഫലങ്ങളുള്ള ഒരു പൂർണ്ണ തോട്ടം. അതിൽ അസംഖ്യം ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി തുറന്ന് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മടങ്ങി വരിക ശൂലേങ്കാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക, നിങ്ങൾ മഹനീമിലെ നൃത്തത്തെപ്പോലെ ശൂലേങ്കാരത്തിയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? ക്രിസ്തുവിൻ്റെ മണവാട്ടി ദൈവകൃപ വെളിപ്പെടുത്തേണ്ടതാകുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എന്ന്. സകല സൃഷ്ടിയും നമ്മെ കാണുവാൻ പോകുന്നു.
നമ്മൾ ആരും തന്നെ അവിടെ ആയിരിക്കാൻ യോഗ്യരല്ല. എന്നാൽ നാം ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് മാത്രം നാം അവിടെ പോകും. അവൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നതാണ് അതിൻ്റെ കാരണം. നമ്മുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി നാം അവിടെ ആയിരിക്കും. അതിനേക്കാൾ ഉത്തമമായ ഒന്നിനെക്കുറിച്ച് എനിക്ക് ചിന്തിപ്പാൻ പോലും കഴിയുന്നില്ല. ഇനിയും 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ മണവാളൻ മണവാട്ടിയിലുള്ള തൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2 മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. മണവാട്ടിയുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും അവൻ വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന് നമ്മിൽ എത്രമാത്രം സന്തോഷമുണ്ട് എന്നറിയുന്നത് മനോഹരമായ കാര്യമത്രേ. നമുക്ക് കർത്താവിലുള്ള ആ സന്തോഷത്തെക്കാൾ അധികം അവൻ നമ്മിൽ സന്തോഷിക്കുന്നു. ഒരിക്കൽ പൂർണ്ണമായി നാം അവനിൽ ആനന്ദിക്കും. ഒരിക്കൽ നാം അവൻ്റെ സർവ്വവും ആയിത്തീരും. എന്നാൽ നാം ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അവൻ നമ്മിൽ സന്തോഷിക്കുന്നത് പോലെ നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ അവൾ ശ്രദ്ധിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഉറപ്പ് ലഭിക്കുകയും കൂട്ടായ്മയുടെയും യഥാസ്ഥാനത്തിൻ്റെയും ചിന്ത അവളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഇതേക്കുറിച്ചൊരു ഭക്തൻ എഴുതിയിട്ടുണ്ട്. മണവാട്ടിയുടെ സംതൃപ്തി നമുക്ക് നോക്കാം. തനിക്ക് പറയുവാനുള്ളതൊക്കെയും അവൾ ഒറ്റ വാക്യത്തിൽ പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം മണവാട്ടി ഇപ്രകാരം പറയുന്നത് നാം ശ്രദ്ധിച്ചു. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ എന്ന് അവൾ പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ അതിനേക്കാൾ ശ്രേഷ്ഠമായ വാക്കുകളാണ് കേൾക്കുവാൻ കഴിയുന്നത്. തന്നോടുള്ള ക്രിസ്തുവിൻ്റെ താല്പര്യം ഓരോ ക്രിസ്തു വിശ്വാസിയും അറിയുന്നു. ഇവിടെ അത് വ്യക്തമായി നാം കാണുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവൻ്റെ താല്പര്യവും ആഗ്രഹവും നമ്മോടാകുന്നു എന്നത് എത്ര മനോഹരമായ കൃപയാണ്. അതെത്ര വലിയ കൃപയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ താല്പര്യം എന്നിലും നിങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇനി 8-ാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ എൻ്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു, ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ മുല കുടിച്ച സഹോദരൻ, അത് ഒരേ അമ്മയ്ക്ക് പിറന്ന സഹോദരൻ, അതായത് ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കർത്താവ് നമുക്ക് ഈ വിധത്തിലുള്ള ഒരു സഹോദരനായി തീർന്നു. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അവിടുന്ന് അബ്രഹാമിൻ്റെ സന്തതിയായിട്ടാണ് വന്നത്. നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായി അവൻ മനുഷ്യനായി തീർന്നു. ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു, ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. അനേകം വിശ്വാസികളും തങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പൊതുസ്ഥലത്ത് വെച്ച് ഏറ്റുപറയുവാൻ ലജ്ജിക്കുകയും മടി കാണിക്കുകയും ചെയ്യുന്നവരാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയരുത്. എന്നാൽ നിങ്ങൾ അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്ന് ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു എങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്നത് കൊണ്ട് യാതൊരു വ്യക്തിയും നിങ്ങളെ നിന്ദിക്കുകയില്ല. മറ്റുള്ളവർ അഭിനന്ദിക്കുക മാത്രമേ ചെയ്യൂ. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു, സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എൻ്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എൻ്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. നമ്മുടെ ശക്തിയിൽ ഏറ്റവും നല്ലത് ക്രിസ്തുവിന് നാം കൊടുക്കേണ്ടതാകുന്നു. യാതൊന്നും മാറ്റിവെക്കാതെ സകലവും, അതെ, ഏറ്റവും നല്ലതും നാം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അവന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാന്തയായ മണവാട്ടി തന്നെ തന്നെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിനെയും ക്രിസ്തു പിതാവിൻ്റെ രാജ്യത്തിൽ അവളോടുകൂടെ മുന്തിരിവള്ളിയുടെ ഫലം കുടിക്കുന്നതിനെയുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.
ഇനി ഞാൻ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുവാൻ പോകുകയാണ്. 5-ാം വാക്യം: മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിലെ അവസാന ഘട്ടം ബലഹീനത, ആശ്രയം, സ്നേഹം എന്നീ ലക്ഷണങ്ങളോട് കൂടിയതാണ്. യുവത്വത്തിൽ നാം കഴുകനെപ്പോലെ ചിറകടിച്ച് കയറി. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ സ്നേഹത്തിൻ്റെ കൊടിയാണ് ഉണ്ടായിരുന്നത്. പുരുഷനായ ശേഷം നാം തളർന്നു പോകാതെ ഓടി. അവനെ നാം ദുഃഖത്തോടുകൂടെ യെരുശലേമിൻ്റെ വീഥികളിൽ അന്വേഷിച്ച് നടന്നപ്പോഴും നാം തളർന്നു പോയില്ല. എന്നാൽ നമ്മുടെ ബലം ക്ഷയിച്ചു വരുന്നതായിട്ടുള്ള വർഷങ്ങളിൽ നാം ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ആശ്രയം വെച്ച് കൂടുതലായി അവനിൽ ചാരുവാൻ താല്പര്യപ്പെടുന്നു. അവസാനം നമുക്ക് ക്രിസ്തുവിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയവും അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന സത്യവും മനസ്സിലാക്കുമ്പോൾ അവന് നമ്മുടെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. ഞാൻ 6-ാം വാക്യത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: എന്നെ ഒരു മോതിരമായി നിൻ്റെ ഹൃദയത്തിന്മേലും ഒരു മോതിരമായി നിൻ്റെ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. പ്രേമം മരണം പോലെ ബലമുള്ളതാകും. നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വില എന്ന വണ്ണം മരണം അതിൻ്റെ എല്ലാ ഭീകരതയിലും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് അവനെ വ്യതിചലിപ്പിച്ചില്ല. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. കുഞ്ഞാട്ടിൻ്റെ മണവാട്ടിയുടെ മുമ്പിലും മരണം 10,000 പ്രാവശ്യം ഉണ്ടായിരുന്നു. അവൾ മരണത്തോളം തൻ്റെ ജീവനെ സ്നേഹിച്ചില്ല. കാരണം മരണത്തിനോ ജീവനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. അതിൻ്റെ ജ്വലനമെന്ന് വായിച്ചില്ലേ? അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ദിവ്യജ്വാലയും തന്നെ. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ച സ്നേഹത്തെയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയി അവൻ തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ തന്നിൽ ജ്വലിച്ചിരുന്ന അതേ ദിവ്യജ്വാല കത്തിച്ചു. അഗ്നിനാവ് പോലെ അഥവാ ജ്വാല പോലെ അവരിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കുകയും അവരിൽ സ്നേഹത്തിൻ്റെ അഗ്നി തങ്ങളുടെ തലയ്ക്ക് ചുറ്റും കാണുവാൻ കഴിഞ്ഞിരുന്ന ജ്വാലയേക്കാൾ കൂടുതൽ ശക്തമായി കത്തുകയും ചെയ്തു. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. ഒരുത്തൻ തൻ്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ എന്ന് നാം വായിച്ചു. എത്ര പ്രാവശ്യം നാം അവനെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ, നമ്മുടെ വീഴ്ചകൾ അവൻ്റെ സ്നേഹത്തെ കെടുത്തുവാൻ കഴിയുന്നതല്ല. അവനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ പാപമാകുന്ന പ്രളയം കൊണ്ട് അതിനെ മുക്കിക്കളയുന്നതിന് സാധ്യമല്ല. ഒരുത്തൻ തൻ്റെ ഗ്രഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ച് കളയും എന്ന് നാം കണ്ടു. ദൈവം നമ്മുടെ ത്യാഗമോ നമ്മുടെ ശുശ്രൂഷയോ ഇതൊന്നുമല്ല ചോദിക്കുന്നത്. നമ്മുടെ സ്നേഹമാണ് അവൻ ആവശ്യപ്പെടുന്നത്. നാം അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ പ്രവർത്തനവും നാം ഞായറാഴ്ച സ്തോത്രകാഴ്ച പാത്രത്തിൽ അർപ്പിക്കുന്ന പണവും സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും എല്ലാം അവൻ നിന്ദിച്ച് കളയും. ഓർക്കണം, ഒരു ചെറിയ ഉത്തരവാദിത്വം പോലും നാം സ്നേഹത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ചെറിയ പെങ്ങൾ, ഇത് യഹൂദേതരരുടെ സഭയെ കുറിക്കുന്നു എന്നത്രേ അനേക വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ജാതികളുടെ സഭയെ.
നാം നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ആദിമസഭയിലെ മുഖ്യ ചോദ്യമായിരുന്നു ഇത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ജാതികളിൽ നിന്നും മാനസാന്തരപ്പെട്ടവരും എബ്രായ വിശ്വാസികൾ, യഹൂദ വിശ്വാസികളും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറഞ്ഞ് പരിഹരിക്കുന്നതിനാണ് യെരുശലേമിൽ കൗൺസിൽ കൂടിയത്. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥിതികൾ ഉപേക്ഷിക്കുവാൻ എബ്രായ വിശ്വാസികൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ എന്ന് നമ്മൾ വായിച്ചല്ലോ, ജാതികൾ പുറംതള്ളപ്പെട്ടവരായി കണക്കാക്കപ്പെട്ടിരുന്നു, ആർക്കും വേണ്ടാത്തവർ. എന്നാൽ ഈ പെങ്ങൾക്ക് സഭയുടെ മണവാളനായ കാന്തനുമായി വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസം വന്നു ചേർന്നു. അവനാണ് അവളെ തങ്കലേക്ക് വിളിച്ചത്. അതെ, നാം വളരെ ആകർഷണീയരായതുകൊണ്ടല്ല അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. പിന്നെയോ അവൻ നമ്മുടെ നഷ്ടപ്പെട്ട അവസ്ഥ കാണുകയും നമ്മെ സ്നേഹിക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയ സഹോദരി ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഏത് വിധത്തിലുള്ള സ്വീകരണമാണ് അവൾക്ക് മൂത്ത സഹോദരരിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കാം. 9-ാം വാക്യം, അവൾ ഒരു മതിലെങ്കിൽ അതിന്മേലൊരു വെള്ളി മകുടം പണിയാമായിരുന്നു, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. ജാതികൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആത്മാവിനാൽ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് അവർ എബ്രായ വിശ്വാസികളോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്നു. ഇതിന്മേൽ എന്താണ് പണിയേണ്ടത് എന്ന് യഹൂദ വിശ്വാസികളുടെ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്ന ഒരു വലിയ ചോദ്യമായിരുന്നു. പരിച്ഛേദന, ആചാരങ്ങൾ, വിവിധ രീതിയിലുള്ള അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ എബ്രായ പിതാക്കന്മാർക്കോ അവരുടെ കുഞ്ഞുങ്ങൾക്കോ വഹിക്കുവാൻ കഴിയാത്ത നുഖങ്ങൾ. അതായത് യാക്കോബ് അന്ന് പറഞ്ഞത്, മൂത്ത സഹോദരിയുടെ ചിന്ത അതെല്ലാം അവർ സ്വീകരിക്കണമെന്നായിരുന്നു. ഞാൻ അതൊന്ന് വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്തരുത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇത് യാക്കോബിൻ്റെ അഭിപ്രായമാണ്. ജാതികളിൽ നിന്ന് വരുന്നവരെ യഹൂദ മര്യാദ പ്രകാരം അഥവാ മോശയുടെ ന്യായപ്രമാണം അനുഷ്ഠിപ്പാൻ നിർബന്ധിക്കരുത്. അവർ ആയിരിക്കുന്ന രീതിയിൽ തന്നെ അവരെ അംഗീകരിക്കുകയും വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നതൊക്കെയും ചെയ്യേണ്ടതുമാകുന്നു എന്ന തീരുമാനത്തിലാണ് യെരുശലേം കൗൺസിൽ എത്തിച്ചേർന്നത്. അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണിവിടെ. ഇനി 10-ാം വാക്യത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഞാൻ മതിലും എൻ്റെ സ്തനങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു, അന്ന് ഞാൻ അവൻ്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു. ഇതാണ് ചെറിയ സഹോദരിയുടെ സന്തോഷം. ഈ യഹൂദേതരരുടെ സഭ യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനമാകുന്ന നല്ല വാർത്ത കേട്ടപ്പോൾ അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. ഇപ്പോൾ ദൈവാലയത്തിലെ ഒരു മതിലായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ പദവിയിൽ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നാം വായിച്ചല്ലോ, എൻ്റെ സ്തനങ്ങൾ ഗോപുരം പോലെ ആയിരുന്നു എന്ന്. ജാതികളുടെ സഭയുടെ പ്രതീകമായ ഈ ചെറിയ സഹോദരി പെട്ടെന്ന് അനേകം പുത്രീപുത്രന്മാരെ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുത്ത് പോറ്റി വളർത്തി. ജാതികളുടെ സഭ വളരെ വേഗം വളർന്നു. അങ്ങനെ ചെറിയ സഹോദരി മൂത്തവളേക്കാൾ സൗന്ദര്യവതിയും ആദരിക്കപ്പെട്ടവളുമായി തീർന്നു. ചെറിയ സഹോദരിയുടെ ഉപമയിൽ സുവിശേഷീകരണത്തിൻ്റെ ഒരു ദൂതുണ്ട്. ഇന്ന് ചെറിയ സഹോദരി ലോകത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്നു എന്ന കാര്യം നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മണവാളൻ്റെ ശബ്ദം ഇതേവരെയും കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ വിളിക്ക് പ്രത്യുത്തരം പറയുവാൻ കഴിയാത്ത അനേകം ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്.
പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ, അതെ, ഇന്നും ഈ ദൂത് എത്തേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി 11-ാം വാക്യം നോക്കിക്കാട്ടെ. ശലോമോന് ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തന് 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. ശലോമോന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ശലോമോൻ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മണവാട്ടി, അതായത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിശ്വാസികളായവർ ഉൾപ്പെടുന്ന സഭ, മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ പറയുന്നു. ആദ്യം അത് അതിൻ്റെ യഥാർത്ഥ കാവൽക്കാരായ ഇസ്രായേൽ ജാതിയുടെ കീഴിലായിരുന്നു. പിന്നീടത് അവരുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 46 വരെയുള്ള ഭാഗത്ത് കർത്താവായ യേശു പറഞ്ഞ ഉപമയും ഇതുതന്നെയാണ്. ഒരു വീട്ടുനായകൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിന് ചുറ്റും വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. ഒടുവിൽ അവൻ തൻ്റെ മകനെ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ വന്ന് കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം വേറെ കുടിയാന്മാരെ ഏൽപ്പിക്കും. അതായിരുന്നു അതിൻ്റെ ഉത്തരം. 12-ാം വാക്യത്തിലേക്ക് നാം വരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശമിരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000-ഉം ഫലം കാക്കുന്നവർക്ക് 200-ഉം ഇരിക്കട്ടെ. ഫലം കാക്കുന്നവർക്ക് 200-ഉം ഇരിക്കട്ടെ. അവരുടെ പ്രയത്നത്തിന് കൂലി ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000-ഉം ഇരിക്കട്ടെ എന്ന് നാം വായിച്ചു. അവളുടെ മുൻഗാമികൾക്ക് വിപരീതമായി അവൾ വാഗ്ദാനം ചെയ്യുന്നു. വരുമാനം മുഴുവനും കർത്താവിനുള്ളതാണ്. എന്നാൽ അത് അവളുടേതെന്നതുപോലെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശമിരിക്കുന്നു. ചരിത്രപരമായി ആദിമസഭ ആ വിധത്തിലാണ് മുന്തിരിത്തോട്ടം സൂക്ഷിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ സഭ വ്യത്യസ്തമായ ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തരായി നാം കാര്യങ്ങൾ നോക്കേണ്ടതാണ്. നാം വിശ്വസ്തരായി കാണപ്പെടേണ്ടത് ആവശ്യമാകുന്നു. 14-ാം വാക്യം, ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക. മണവാട്ടി മുന്തിരിത്തോട്ടത്തിൻ്റെ കർത്താവിനോട് പറയുകയാണ്, മടങ്ങി വരിക എന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ അവസാനമായി അവൾ പറയുന്നത്, ആമേൻ ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്നാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ക്രിസ്തുവിനെ നിങ്ങൾ വ്യക്തിപരമായി അറിഞ്ഞിട്ടില്ല എങ്കിൽ, ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തീഷ്ണതയോടെ പരിശ്രമിക്കുന്നില്ല എങ്കിൽ, യോഹന്നാനോട് ചേർന്ന് ആമേൻ കർത്താവായ യേശുവെ വരണമേ എന്ന് നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്ക് ദൈവം ഒരു കിരീടം നൽകുമെന്ന് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക എന്നാൽ അവനോട് പ്രിയമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. ഒരു മണവാട്ടി തൻ്റെ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരുങ്ങി കാത്തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. താങ്കൾ അപ്രകാരം ഒരുക്കമുള്ള വ്യക്തിയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. തീർച്ചയായും ആ ഒരുക്കത്തിനായിട്ട് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം ക്രിസ്തുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നറിയുവാൻ അവിടുത്തെ മടങ്ങി വരവിന് വേണ്ടി നാം എത്രത്തോളം പ്രത്യാശയുള്ളവരായിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതിയാകും. ആ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ആ തോട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം.
അവിടെ വച്ച് അവനുമായി നമ്മുടെ സ്നേഹം പങ്കിടാം. ക്രിസ്തു പറയുന്നത് അത് ഞാൻ വേഗം വരുന്നു എന്നാകുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി പ്രാപ്തരാക്കട്ടെ, സഹായിക്കട്ടെ.